ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു കല്യാണമുണ്ട്. കല്യാണം ആരുടെയാണെന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ കസിൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ കാറിൽ കയറി പോയി അവിടെ എത്തി. ഇവരൊക്കെ നമ്മുടെ കസിൻസാണ്. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണും. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കാണാൻ. AC ഹാളായിരുന്നു. നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ ആ സ്വാമിജി ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. അങ്ങനെ അവരുടെ എൻഗേജ്മെൻറ്റ് നടന്നു. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു. അങ്ങനെ ഇവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ കണ്ട് എന്ത് അടിപൊളിയല്ലേ. അങ്ങനെ അവരുടെ ഫാമിലി മൊത്തം സ്റ്റേജിൽ കയറി. ഇത് പെണ്ണിൻ്റെയും ചെറുക്കൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. ചെറുക്കൻ്റെ അനിയത്തിയാണ് ആ ഓറഞ്ച് കളർ ഡ്രസ്സ് ഇട്ടത് കേട്ടോ. അങ്ങനെ ഓരോരുത്തവരായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി കയറി. ചെറുക്കൻ്റെ ഫാമിലി, പെണ്ണിൻ്റെ ഫാമിലി അതാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളും സ്റ്റേജിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, പക്ഷെ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ നേരെ പോവായിരുന്നു. അപ്പോൾ കുറച്ചും കൂടിയും ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സ്റ്റേജിൽ കയറി ഇന്നപ്പോൾ ഉള്ള ഫോട്ടോസാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ കയറി. അവിയൽ, അച്ചാർ, കൂട്ടുകറി, മോര്, സാമ്പാർ, ചോറൊക്കെ ഉണ്ടായിരുന്നു. വെള്ളം കുപ്പിയൊക്കെ കണ്ടില്ലേ. അങ്ങനെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ പോയി. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യണേ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ലിയോ നമ്മളെ കണ്ടിട്ട് ഇങ്ങനെ കൊഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കാണുമ്പോൾ അവൻ എപ്പോഴും ഇങ്ങനെ എടുത്ത് ചാടും. പിന്നെ ഞങ്ങൾ വീട്ടിൽ കയറി. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ എല്ലാവർക്കും ബൈ.